ഒരു രഹസ്യം എന്റെ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. എന്റെ തലക്ക് വല്ലാത്ത ഭാരം. എന്ത് രഹസ്യം? അത് നീ ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ പറയാം. നേരത്തെ പ്ലാൻ ചെയ്ത ഒരു വർഷം കഴിഞ്ഞ് നേരെ പ്ലാൻ ചെയ്ത് വന്നതാണ്. അത് പുള്ളി സമ്മതിച്ചു കൊടുക്കണം. പുള്ളി പ്ലാൻ ചെയ്ത് നേടിയില്ലോ അത്. വീഡിയോ ഒക്കെ കാണുമ്പോ ആൾക്ക് തൊലിക്കട്ടി ഭയങ്കരമാണ്. എന്നെക്കാട്ടും തൊലിക്കട്ടി മക്കളെ അവസാനം എന്റെ മുതുകത്തായോ കമന്റ്സ് മുഴുവൻ വായിക്കും പുള്ളി. പിന്നെ ആരെങ്കിലും തെറി വിളിക്കാൻ വേണ്ടി വിളിക്കുന്നവനാണ് പുള്ളി പോകും. തൊലിക്കട്ടി എന്നെക്കാട്ടുണ്ട്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഫ്ലാഷ് ബാക്ക്. നീ എന്റെ കൂടെ വയോ, നമുക്കെടുക്കാം ഓയോ. രാത്രിയിൽ നീ എനിക്കൊരു കെട്ടൻ, ഞാൻ നിനക്കൊരു കൂട്ടൻ. ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും കോമാളി തരം അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല പുള്ളി ഡാൻസ് ഞാൻ പറഞ്ഞ അപസ്മാരം പിടിച്ചിട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. നോർമൽ ഡാൻസ് അല്ല. സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റും. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സാഗരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. സ്വന്തം സഹോദരനെ പോലെ കൂടെ നിന്നിട്ട് ദുഷ്ടൻ ചതിച്ചല്ലോ. അവനാണ് കോമാളിത്തം കൊണ്ടുവന്നത്. അത് അണിയിച്ചാൻ ടൈഗർ ആണ്, കിംബോയ്, ഇവരെല്ലാം വരുന്ന. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? കൂടുതൽ കുഴപ്പമുണ്ടാക്കല്ലേ സാറേ. അതെന്താ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ തന്നെയല്ലേ? കുടുംബത്തില്ല ആര് ഹംസക്കയാ? വനിതാ തിയേറ്ററിന് അവിടെ ആരും ഒരു പോസ്റ്റ് മെന്റൽ ഹോസ്പിറ്റലാണ്. ഓരോ ആഴ്ച മീഡിയക്കാർ ഓരോ ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം മാത്രം. ആ വിളി കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഒരു സുരകസ്നേഹിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ഇവരെല്ലാം പെരേരക്ക് ഒരു പേടിയുണ്ട്. ഭീഷണിയാവുമോ? പെരേരക്ക് ഒരു പേടിയല്ല. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ നീ എന്താ ഇന്ദുചൂടിന്റെ ഫ്യൂച്ചർ പ്ലാൻ? മേമേക്ക് ദരിദ്രവാസിയം ആത്മീ ഹൂം कृपया करे दरवाजा में किनारे है.